ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് സ്ട്രോബെറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു ഐസ്ക്രീം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച വിപ്പിംഗ് ക്രീമിൻ്റെ കുറച്ച് ബാക്കി ബാലൻസ് ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കപ്പോളം ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മുടെ സ്ട്രോബെറിയുടെ നല്ല കളർ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്ട്രോബെറിയുടെ ഒരു ഐസ്ക്രീമാണ് കേട്ടോ. ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല, വിപ്പിംഗ് ക്രീം മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ സ്ട്രോബെറിയും ചേർക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡാണ്, വളരെ ടേസ്റ്റിയാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സ്ട്രോബെറിയൊക്കെ കിട്ടുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീം ഇല്ല എങ്കിൽ നമ്മുടെ കോൺഫ്ലവറും പാലും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തൊന്ന് ബീറ്റ് ചെയ്താലും മതിയാവും. പക്ഷേ അത്ര ഒരു ടേസ്റ്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. ഐസ്ക്രീമിൻ്റെയൊക്കെ കുറേ റെസിപ്പികളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കിവിയുടെ വെച്ചിട്ടുള്ളത് ഒക്കെ ഞാൻ ചിക്കൂസിൻ്റെ വെച്ചിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഐസിങ് ഷുഗറാണ്. ഇതില്ല എങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർക്കുക. അപ്പോൾ മധുരം എത്ര വേണമെന്ന് ഞാൻ ഇത്ര കറക്റ്റായിട്ട് പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇഷ്ടമല്ല, ഒരുപാട് മധുരം വേണമെന്ന് തോന്നും. അപ്പോൾ മധുരം ഏകദേശം ഒരു കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രോബെറി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല അരച്ച് പേസ്റ്റ് രൂപത്തിൽ എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ സ്ട്രോബെറിയുടെ എസൻസൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അതൊക്കെ ആയിരിക്കും ചേർക്കേണ്ടത്, എനിക്കറിയില്ല. ഞാൻ വാനില എസൻസാണ് ചേർത്തത്. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. നല്ല കിടക്കാച്ചി ടേസ്റ്റാണ്. അല്പം പിങ്ക് ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ടാണ്, ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ സ്ട്രോബെറിക്ക് തന്നെ നല്ല കളറുള്ളതാണ്, എങ്കിലും ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. നമ്മുടെ സ്ട്രോബെറിയൊക്കെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതങ്ങോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഓൺലി നമ്മൾ ഇൻഗ്രീഡിയൻസ് 2 എണ്ണം മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്ട്രോബെറി ഉണ്ട്, പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഉണ്ട്, പിന്നെ നമ്മുടെ പഞ്ചസാരങ്ങൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഷുഗറിൻ്റെ പൗഡറില്ലേ, അതാണ് ചേർത്തിട്ടാൽ മതി. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഐസിങ് ഷുഗർ ഉള്ളത് കൊണ്ടിട്ടാണ് ഞാനത് ചേർത്തത്. നിങ്ങളിപ്പം വീട്ടിൽ പഞ്ചസാര പൊടിച്ച് ചേർത്താലും മതി കേട്ടോ. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തോളൂ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രൈയിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ, സംഭവം ഈസിയാണ്. ഓവർനൈറ്റ് വെക്കുക, ഫുള്ള് ഫ്രീസറിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കിടക്കാച്ചി നമ്മളുടെ സ്ട്രോബെറി ഐസ്ക്രീമാണ് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും നമ്മൾ ക്രീം ആയല്ലോ എന്നില്ല, അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. ക്രീം നമ്മളിപ്പം ഐസിങ്ങിനെ എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യണം, എന്നാലേ അത് ഷേപ്പ് കിട്ടുള്ളൂ നമുക്ക് ഓരോരോ ഫ്ലവറൊക്കെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും കൂടെ ബീറ്റ് ചെയ്യേണ്ട, ബീറ്റർ തന്നെ വേണം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് കറക്കി കഴിഞ്ഞാലൊന്നും അത്രയൊന്നും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പം ഞാൻ മുകളിലെ ടിഫിൻ ബോക്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിലേക്കൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് കവർ ചെയ്യുന്നത്, നമ്മുടെ ഐസ് ഒന്ന് മുകളിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. മിൽക്ക് മെയ്ഡോ ഒന്നും ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നമ്മളുടെ ഐസിങ് ഷുഗർ ചേർത്തിട്ടുണ്ട്, സ്ട്രോബെറി, പിന്നെ ചേർത്തിരിക്കുന്ന നമ്മുടെ വിപ്പിംഗ് ക്രീം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ഈസി മെത്തേഡാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രമല്ല, ആർക്കാണ് ഐസ്ക്രീം ഇഷ്ടമല്ലാത്തത്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം പുറത്തു നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിലും ഭേദം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെയും കുറേ റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കിവിയുടെ ഐസ്ക്രീം, ചിക്കൂസിൻ്റെ ഐസ്ക്രീം ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ലാസ്റ്റാണ് ഞാൻ ഓർത്തത്, സത്യം പറഞ്ഞാൽ മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറി വെച്ചേക്കണമായിരുന്നു. പക്ഷേ എല്ലാം എടുത്തിട്ട് 4 5 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഒരു പുളിയൊക്കെ വരും, ചെറിയൊരു പുളിയൊക്കെ വരും, എന്നാൽ മധുരമുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഐസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഈ വൈകിട്ട് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ഈവനിങ് തന്നെയാണ് ഞാൻ എടുത്തത് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ കാണിക്കാം കേട്ടോ. അതാ നന്നായിട്ട് ഫ്രീസറിൽ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്ന സംഭവം കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇത് കഴിക്കാൻ പാകത്തിന് കുറച്ച് നേരം ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരുപാട് അങ്ങ് തണുപ്പായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ പനിയാവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് തണുപ്പ് മാറ്റിയിട്ടാണ് എടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് കട്ടി കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാലും ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല.
അപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള നല്ല സ്ട്രോബെറി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഈ രീതിയിൽ തന്നെ. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.